പരിമല തിരുമേനിയുടെ ജീവിതത്തിലെ കുറേയേറെ ദുഃഖകരമായ അനുഭവങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കുന്നില്ല. എങ്ങനെ അദ്ദേഹം പരിമലയിൽ വന്ന് താമസം തുടങ്ങി എന്നതിൻ്റെ പിറകിൽ അതീവ ദുഃഖകരമായ ഒരു ചരിത്രമുണ്ട്. പക്ഷെ ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പുലിക്കോട്ടിൽ വലിയ തിരുമേനി അദ്ദേഹത്തെ വന്ന് കണ്ട് കൊച്ചുമെത്രാച്ചൻ്റെ ദയനീയത കണ്ടിട്ട്, പട്ടിണിക്കോലം പോലെ കിടക്കുന്ന കൊച്ചുമെത്രാച്ചനെ കണ്ടിട്ട് അദ്ദേഹം തനായിരിക്കുന്നിടത്തു നിന്ന് വിളിച്ച് ഇവിടെ വന്ന് കൊണ്ടാക്കിയതാണ്. അരികോറത്ത് കുടുംബത്തോട് അല്പം സ്ഥലം യാചിച്ച് വാങ്ങി ഒരു ചെറിയ കൂടാരം ഉണ്ടാക്കി അവിടെ താമസിപ്പിച്ചു. ഇവരൊക്കെ കടന്നുപോയ പാതകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. 1-2 ദേവാലയങ്ങളിൽ നിന്ന് അദ്ദേഹത്തെ ഇറക്കി വിട്ടിട്ടുണ്ട്. ഏതാണെന്നൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അക്കാലത്ത് സംഭവിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇതെല്ലാം തൻ്റെ ജീവിതത്തിലെ കത്തിയെരിയുന്ന അല്ലെങ്കിൽ കത്തി നിൽക്കുന്ന ഉൾപ്പടർപ്പ് പോലെ അദ്ദേഹത്തെ കണ്ട് he was ready to confront with that reality. ഈ ഒരു വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ. മോശ പറഞ്ഞത് അതാണ്. എല്ലാ വിശുദ്ധരും അങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ട് വിശുദ്ധിയുടെ പടവുകൾ ചവിട്ടിക്കറിയുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്തുകൊണ്ടല്ല, വലിയ വൻകാര്യങ്ങൾ ചെയ്യുന്ന ആളുകളായി തീർന്നുകൊണ്ടല്ല, മറിച്ച് വിശുദ്ധനാകുവാൻ നീ ആഗ്രഹിക്കുന്നുവോ, ആദ്യപടി എന്ന് പറയുന്നത് നിന്റെ ജീവിതത്തിലെ ദുരന്തങ്ങളെ, വേദനകളെ, കഷ്ടതകളെ കൺഫ്രണ്ട് ചെയ്യാനുള്ളൊരു കറേജ്, കൺഫ്രണ്ട് ചെയ്യാനുള്ള തൻ്റെ ഇടം ആ ദൈവത്തിൽ നിന്ന് ആർജിച്ചെടുക്കുക. ഈ മുൾപ്പടർപ്പ് കത്തിപ്പോകാത്ത വലിയ കാഴ്ച എന്തെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതിൻ്റെ അടുക്കിലേക്ക് നീങ്ങുകയാണ്. പിതാക്കന്മാർ അതിന് വ്യാഖ്യാനം കൊടുത്തിരിക്കുന്ന നോക്കാൻ നമുക്കറിയാം. കന്യകമറിയാമിൻ്റെ ദൃഷ്ടാന്തമായിട്ട് അതിനെ കാണുന്നത് ഒരു ഗ്രേറ്റ് തയോഫനി എന്നുള്ള നിലയിൽ കാണുകയും കന്യകമറിയാമിന് നെക്സ്റ്റുള്ള ഗീതങ്ങളൊക്കെ നമ്മൾ പാടുന്നതാണത്. അത് കന്യകയുടെ ദൃഷ്ടാന്തമായിരുന്നു എന്നുള്ളത് അതൊരു അലിഗോറിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ പിന്നീട് പിതാക്കന്മാർ വ്യാഖ്യാനിച്ചെടുത്തതാണ്. എന്തുമാകട്ടെ, മോശയെ സംബന്ധിച്ച് അത് കന്യകയുടെ ദൃഷ്ടാന്തമൊന്നും ആയിരുന്നില്ല. കാരണം അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. പിൽക്കാലത്ത് പുതിയ നിയമകാലത്ത് പ്രത്യേകിച്ച് സിറിയൻ എഫ്രൈം യാക്കോബ് തുടങ്ങിയ പിതാക്കന്മാരുടെ ഗീതങ്ങളിലാണ് അങ്ങനെയുള്ള ഈ അലിഗോറിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ടായിട്ട് ഇതിനെയൊക്കെ വ്യാഖ്യാനിക്കുന്നത്. എന്നാൽ മോശയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ആടുകളെ മേയ്ക്കുക എന്ന ദൗത്യ നിർവഹണത്തിൽ അദ്ദേഹം കൺഫ്രണ്ട് ചെയ്ത ആദ്യത്തെ ഭയാനകമായ അനുഭവം അതാണ്. ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ. അദ്ദേഹം അങ്ങോട്ട് നടന്നെടുക്കുന്നത് കണ്ടപ്പോൾ ഈ അഗ്നിയുടെ നടുവിൽ നിന്നൊരു ശബ്ദം മുഴങ്ങുകയാണ്. എന്താണത്? നീ ഇങ്ങോട്ട് അടുക്കരുത്, നീ ഇങ്ങോട്ട് വരരുത്, നീ നിൽക്കുന്ന ദേശം വിശുദ്ധ ഭൂമിയാണ്, നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളയുക. നമ്മളെല്ലാം വായിച്ചിട്ടുള്ള, എല്ലാവർക്കും കാണാതറിയാവുന്നൊരു ടെക്സ്റ്റായിരുന്നു, പാസേജാണ്. നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകുക, കാലിൽ നിന്ന് ചെരുപ്പ് നീക്കിക്കളയുക. ആരാണ് പറയുന്നതെന്ന് അറിഞ്ഞുകൂടാ. അതുവരെ യഹോവയുമായിട്ടുള്ള ഇടപാടൊന്നും അദ്ദേഹത്തിനില്ല. അദ്ദേഹം ഫറവോൻ്റെ കൊട്ടാരത്തിൽ വളർന്നവനാണ്. ഒരു ജാതി സ്നേഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. താന് മിസ്രയീം ദേശത്തുകാരനല്ല, എബ്രായനാണ് എന്ന തിരിച്ചറിവുണ്ടായപ്പോൾ അദ്ദേഹം എബ്രായ ജനതയെ കഷ്ടപ്പെടുത്തുന്നത് കണ്ട് അതിനെതിരെ റിയാക്ട് ചെയ്തു എന്നുള്ളതല്ലാതെ എബ്രായരുടെ ദൈവത്തെക്കുറിച്ചൊന്നും അദ്ദേഹത്തിന് യഹോവയെക്കുറിച്ചൊന്നും വലിയ ഗ്രാഹ്യമില്ല. അപ്പോഴാണ് നടന്നെടുക്കുന്ന മോശയെ കണ്ടിട്ട് ഈ ശബ്ദം ഉയരുന്നത്. നീ ഇങ്ങോട്ട് അടുക്കരുത്, നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാണ്. അത് കേവലം സീനായി മലയുടെ താഴ്വര വിശുദ്ധ ഭൂമിയാണെന്നുള്ള ഒരു ജിയോഗ്രഫിക്കൽ ക്ലെൻലിനെസ്സോ ഒരു ജിയോഗ്രഫിക്കൽ ഹോളിനെസ്സോ ഒന്നും അല്ല ഉദ്ദേശിക്കുന്നത്. സീനായി മലയുടെ താഴ്വര പരിശുദ്ധമായി കിടക്കുകയാണോ? അവിടെ എന്തെല്ലാം മാലിന്യങ്ങളും കാര്യങ്ങളും കാണും. നീ ഇങ്ങോട്ടടുക്കരുത്, നിൽക്കുന്ന സ്ഥലം
വിശുദ്ധ ഭൂമിയാണ്. അതിനൊരു വലിയ ആന്തരിക അർത്ഥമുണ്ട്. അതായത് വിശുദ്ധിയുടെ ഒരു പടവ് അല്ലെങ്കിൽ ഒരു പടി ചവിട്ടിക്കഴിഞ്ഞാൽ അവരവർക്കുണ്ടാകേണ്ടിയിരിക്കുന്ന ഒരു അവെയർനെസ്സാണ്, അവരവർക്കുണ്ടാകേണ്ടിയിരിക്കുന്ന ഒരു ഉൾബോധമാണ്, ഞാൻ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ നാടാണ്, ഞാൻ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ നാടാണ്. വിശുദ്ധനാകുവാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ വിശുദ്ധ നാട്ടിലേക്കുള്ള സഞ്ചാരമല്ല നമ്മളെ വിശുദ്ധരാക്കുന്നത്. നമ്മളെല്ലാവരും ഇപ്പോൾ അടുത്ത കാലത്ത് വിശുദ്ധ നാട് സന്ദർശിക്കുക. എൻ്റെ അടൂർ ഡയസിസിൽ നിന്നും, അടൂർ കടവനാട് ഡയസിസിൽ നിന്നും ഒരു വിശുദ്ധ നാട് സന്ദർശനം കഴിഞ്ഞു. ഇനിയും അടുത്ത 2-3 ട്രിപ്പ് പോവുകയാണ്. നല്ല കാര്യമാണ്, ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് പോകുന്നുണ്ട്. പക്ഷേ വിശുദ്ധ നാട് സന്ദർശിക്കുന്നത് കൊണ്ട് ആരും വിശുദ്ധരാകയില്ല. നല്ലതാണ് പോകുന്നത്, കർത്താവിൻ്റെ പദസ്പർശമേറ്റ സ്ഥലങ്ങൾ കാണുക, ആ ബിബ്ലിക്കൽ നറേഷൻസ് ഒക്കെ നമ്മൾ വായിച്ചത് നേരിൽ അതൊക്കെ കാണുക എന്ന് പറയുന്നത് ഒരു അനുഭൂതി തന്നെയാണ്. പക്ഷേ വിശുദ്ധ നാട്ടിലേക്കുള്ള സഞ്ചാരപഥങ്ങളല്ല നമ്മെ വിശുദ്ധരാക്കുന്നത്. മറിച്ച് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ജീവിതത്തിൽ കൺഫ്രണ്ട് ചെയ്യേണ്ടിയിരിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ, അനുഭവങ്ങൾ, അതിനെ കൺഫ്രണ്ട് ചെയ്യുകയും അങ്ങനെ കൺഫ്രണ്ടേഷൻ നടത്തുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു ആന്തരികമായ ഉൾക്കാഴ്ചയുണ്ട്. ആ ഉൾക്കാഴ്ച എന്താണ്? നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാണ്. നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാണ്. കുടുംബജീവിതം നയിക്കുന്നവരാണ് ഇവിടെ ഇരിക്കുന്നവരിലേറെ ആളുകൾ, അല്ലേ? ഇവിടെ ഇരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ ഉള്ളവർ ഇതുവരെയും യാതൊരുവിധ അസ്വസ്ഥതകളും കുടുംബത്തിലുണ്ടാകാത്ത ആരെങ്കിലും ഉണ്ടോ? എനിക്ക് തോന്നുന്നില്ല. കന്യകമറിയാമൻ ജോസഫ് ഒഴികെ വേറെ ആരുടെയും ജീവിതത്തിൽ അങ്ങനെ വഴക്കും വയ്യാവേലി ഇല്ലാത്തവരായിട്ടുണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല. അച്ഛന്മാരായാലും ശരി, അൽമായക്കാരാണെങ്കിലും ശരി. ഞങ്ങൾ മെത്രന്മാർ പെണ്ണ് കെട്ടിയിട്ടില്ലാത്തതുകൊണ്ട് ഞങ്ങൾ എക്സംപ്റ്റഡാണ്. ബാക്കി എല്ലാവരുടെയും ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടാകും കുടുംബജീവിതത്തിൽ. അപ്പോൾ അവിടെ ആദ്യം വേണ്ടത് എന്താണ്? കൺഫ്രണ്ട് ചെയ്യുക. അത് ഭാര്യയോട് കൺഫ്രണ്ട് ചെയ്യുക എന്നുള്ളതല്ല, പ്രതിസന്ധിയെ കൺഫ്രണ്ട് ചെയ്യുക. അങ്ങനെ കൺഫ്രണ്ട് ചെയ്യുന്ന നേരത്ത് ഉണ്ടാകേണ്ട ഒരു കോൺഷ്യസ്നെസ് ഉണ്ട്, ബോധമുണ്ട്. അതെന്താണ്? ഞാൻ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാണ്, എൻ്റെ കുടുംബം അത് വിശുദ്ധ ഭൂമിയാണ്. സത്യമല്ലേ? കുടുംബം ആരാ സ്ഥാപിച്ചത്? സർവശക്തനാണ്, അല്ലേ? ആദിയിൽ ഏദനിൽ, അല്ലേ? നമ്മൾ പാടുന്നല്ലേ, ഏദനിലാണ് ആദ്യ കുടുംബം സ്ഥാപിതമായത്. ആ ദൈവദത്തമാണ്, ഡിവൈൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ദൈവത്തിൻ്റെ സൃഷ്ടിയാണത്, ക്രമീകരണമാണത്. അങ്ങനെയാണെങ്കിൽ നമുക്കുണ്ടാകേണ്ടത്, ഇപ്പം ഞാൻ അല്ലെങ്കിൽ അഭിമന്യ തിരുമേനി, ഞങ്ങൾ മേൽപ്പെട്ടക്കാരാണ്. ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം ഞങ്ങൾക്ക് എന്തെല്ലാം തരത്തിലുള്ള കൺഫ്രണ്ടേഷൻസ് നടത്തേണ്ടതായിട്ട് വരുന്നുണ്ട്. ചെറുതും വലുതുമായി എന്തെല്ലാം പ്രതിസന്ധികൾ ജീവിതത്തിൽ ഉടലെടുക്കുന്നുണ്ട്. ആ പ്രതിസന്ധി കണ്ട് ഓടി മാറിയാൽ ഞങ്ങൾ ഒരിക്കലും വിശുദ്ധിയുടെ ഒരു പടി പോലും മുമ്പോട്ട് പോവുകയില്ല. മറിച്ച് ധൈര്യപൂർവ്വം അതിനെ കൺഫ്രണ്ട് ചെയ്ത് ഇതെന്താണെന്ന് ഞാനൊന്ന് നോക്കട്ടെ, ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് കൺഫ്രണ്ട് ചെയ്യുകയും അതോടൊപ്പം തന്നെ ഞങ്ങൾക്കൊരു തിരിച്ചറിവുണ്ടാവണം. ഞങ്ങൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം, ഞങ്ങൾ അണിഞ്ഞിരിക്കുന്ന ശിരോവസ്ത്രം, ഞങ്ങൾ ധരിച്ചിരിക്കുന്ന കുരിശുമാല, ഞങ്ങളുടെ കാലടികൾ പതിഞ്ഞിരിക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ നാടാണ്. ആ കൺവിക്ഷൻ ഇല്ലാതെ, ആ ധാരണയില്ലാതെ ഏത് മേൽപ്പെട്ടക്കാരൻ പ്രവർത്തിച്ചാലും വിശുദ്ധിയുടെ ഒരു അംശം പോലും കിട്ടുകയില്ല. ഭൗതികമായ അറിവും ജ്ഞാനവും പണ്ഡിത്യവും ഒക്കെ കിട്ടിയേക്കാം. പക്ഷേ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, മലങ്കര സഭയിൽ ഇന്നയോളം ജീവിച്ചിരുന്ന പിതാക്കന്മാരുടെ ചരിത്രം നോക്കിയാൽ പണ്ഡിത ശിരോമണികൾ എന്ന് പറയാൻ സാധിക്കുന്ന 2-3 ആളുകളെ ഉള്ളൂ. പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയോ അല്ലെങ്കിൽ ഗീവർഗീസ് മാർ ഒസ്താത്യോസ് തിരുമേനിയോ, അങ്ങനെ ചുരുക്കം ആളുകളെ പണ്ഡിതരെന്ന് പറയാം. എല്ലാവരും അത്യാവശ്യം അറിവും ജ്ഞാനവും ഉള്ളവരാണെങ്കിലും പാണ്ഡിത്യത്തിൻ്റെ ഔന്നത്യങ്ങൾ കയറിയ ആളുകൾ അവരാണ്.
എന്നാൽ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണെന്ന ധാരണയിൽ അതീവ വിശുദ്ധിയോടെ ജീവിച്ച് എത്ര പേരുണ്ട്? നമുക്കറിയാവുന്നവരാണ് പരിമല തിരുമേനിയും പമ്പാട് തിരുമേനിയും ഗീവർഗീസ് ബാവായൊക്കെ. എന്നാൽ അതിനു മുമ്പ് അർക്കര്യോക്കന്മാരുടെ കാലത്തും പിന്നീട് ഒന്നാം മാർത്തോമ മുതലുള്ള പിതാക്കന്മാരുടെ കാലമൊക്കെ നോക്കിയാൽ എത്രമാത്രം വിശുദ്ധിയോടെ ജീവിച്ചവരുണ്ട്. അവരൊക്കെ അവരുടെ ആറാം മാർത്തോമയെക്കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ദീർഘനാൾ ജയിലിൽ കടന്നു, പക്ഷെ അവിടെയും തൻ്റെ വിശുദ്ധിക്ക് കോട്ടം തട്ടാതെ ജീവിച്ചു. അപ്പോൾ കൺഫ്രണ്ടേഷൻ, ഇത് ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് പറയുന്നത് പോലെ തന്നെ പറഞ്ഞു നിൽക്കുകയല്ല, മറിച്ച് അടുത്ത് അവരെത്തുന്ന മാനസിക നിലയാണ്, അവരുടെ ഒരു ഇന്നർ കോൺഷ്യസ്നെസ് ആണ്, ഞങ്ങൾ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ നാടാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, കുടുംബജീവിതം നയിക്കുമ്പോഴും നമുക്കുണ്ടാകേണ്ട കൺവിക്ഷൻ, എൻ്റെ കുടുംബം വിശുദ്ധ നാടാണ്, എൻ്റെ കുടുംബം വിശുദ്ധ നാടാണ്. എൻ്റെ ഭർത്താവ്, എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ ഭാര്യ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, ഇവരെയൊക്കെ ശുദ്ധീകരിക്കുവാനായിട്ടുള്ള വേദിയാണ്, ശുദ്ധീകരിക്കേണ്ട രംഗവേദിയാണ് എൻ്റെ കുടുംബം എന്ന ധാരണ നമുക്കുണ്ടാകണം. ഇത് മോശയുടെ ജീവിതത്തിലെ ഒരു വലിയ സംഭവമാണ്. ഈ ഒരു വെളിച്ചം, അല്ലെങ്കിൽ അദ്ദേഹം കേൾക്കുന്ന അശരീരി, നിൽക്കുന്ന സ്ഥലം വിശുദ്ധ നാടാണ്. അതുകൊണ്ട് എന്താ വേണ്ടത്? നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളയുക. വിശുദ്ധിയുടെ പടവിലേക്ക് കയറുമ്പോൾ നമ്മളും ഇതുപോലെ സ്വന്തം ജീവിതത്തിൽ, സ്വഭാവത്തിൽ, പ്രകൃതത്തിൽ നീക്കിക്കളയേണ്ടതായ എന്തെല്ലാം ആവരണങ്ങളുണ്ട്. നമുക്ക് തോന്നിയേക്കാം ചെരുപ്പുകൾ കാലിന് പ്രൊട്ടക്ഷൻ നൽകുന്നതാണ്, അല്ലേ? ശരിയാണ്. ഇതൊരു ഒരു പ്രതീകാത്മകമായിരിക്കുന്ന പ്രയോഗമാണ്. കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളയുക. ഇത് കാലിലെ ചെരുപ്പിൻ്റെ കാര്യം മാത്രമല്ല, മറിച്ച് നമ്മുടെ ആത്മാവിനെ അണിഞ്ഞിരിക്കുന്ന ഒരുപാട് മൂടുപടങ്ങളുണ്ട്. നിങ്ങൾ വേദാന്തമൊന്നും പഠിച്ചവർ ഈ കൂട്ടത്തിലില്ലെന്ന് എനിക്കറിയാം, കേട്ടിട്ടുള്ളവരുണ്ടായിരിക്കും. പൊതുവെ വേദാന്തത്തിൽ 2 പദങ്ങൾ പറയാറുണ്ട്: വിദ്യ, അവിദ്യ. വിദ്യ എന്ന് പറഞ്ഞാൽ അറിവെന്ന, നോളജ്. അവിദ്യ എന്ന് പറഞ്ഞാൽ അറിവുകേടെന്നല്ല, തെറ്റായ അറിവെന്ന, എറോനിയസ് നോളജ്. അറിവുകേടും തെറ്റായ അറിവും രണ്ടാണ്. വിദ്യ അറിവാണ്, അവിദ്യ എറോനിയസ് നോളജാണ്, എററുള്ള നോളജാണ്. അപ്പോൾ വേദാന്തത്തിൽ വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട്, സ്വയം പ്രകാശിതം ആത്മാവ് സ്വയം പ്രകാശിതമാണ്. സംഭവിക്കുന്നത് എന്താണ്? നമ്മൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഈ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഭൗതിക വസ്തുക്കളുമായി ചേർന്ന് പല കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ആത്മാവിനെ ഒരാവരണം മൂടുകയാണ്, വെയിൽ. അതിൻ്റെ പേരാണ് ഇഗ്നറൻസ്, അല്ലെങ്കിൽ അവിദ്യ. ചുരുക്കത്തിൽ വേദാന്ത പാരമ്പര്യത്തിൽ ഓരോ വ്യക്തിയുടെ ആത്മാവ് യഥാർത്ഥത്തിൽ വിശുദ്ധമാണ്. പക്ഷേ ആസ് ലോങ് ആസ് ദ ഇൻഡിവിജ്വൽ ഈസ് ഇൻ ദിസ് വേൾഡ്, ഹിസ് ആത്മൻ ഈസ് കവേർഡ് വിത്ത് ഡിഫറെൻറ്റ് ലെയേഴ്സ് ഓഫ് അവിദ്യ. ഈ ലോകത്തിലായിരിക്കുന്നത് കൊണ്ട് ആത്മാവിനെ ധാരാളം ആവരണങ്ങൾ ഇങ്ങനെ മൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരുത്തിന് ബോധം കിട്ടണമെങ്കിൽ, ഒരുത്തൻ്റെ പ്രജ്ഞയിൽ ശുദ്ധി കിട്ടണമെങ്കിൽ എന്താ വേണ്ടത്? അൺവെയിലിംഗ്. ഈ ആത്മാവിനെ ബാധിച്ചിരിക്കുന്ന ആവരണങ്ങളെ ഓരോന്നായിട്ട് നീക്കിക്കളയണം. നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് നീക്കിക്കളയുക. അതുകൊണ്ട് ഇത് കേവലം കാലിൽ അണിഞ്ഞിരിക്കുന്ന ചെരുപ്പ് എന്ന പ്രാഥമിക അർത്ഥത്തിൽ തന്നെയല്ല കാണേണ്ടത്. ബോധങ്ങളെ, ചിന്തകളെ, ധാരണകളെ ഒക്കെ ആവരണം ചെയ്തിരിക്കുന്ന ഒരുപാട് വെയിലുകൾ നമുക്കുണ്ട്. ഒരുപാട് ആവരണങ്ങളുണ്ട്. ഈ ആവരണങ്ങളെ ഓരോന്നായിട്ട് അഴിച്ചു നീക്കുക. അഴിച്ചു നീക്കുമ്പോഴാണ്
ഉള്ളിലുള്ളത് എന്താണ് എന്ന് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. അല്ലേ? തേങ്ങ നമുക്കാർക്കും ഒറ്റയടിക്ക് കണ്ടാൽ തേങ്ങ എന്ന് പറയുന്നത് എന്താ? അതിൻ്റെ പുറകിലുള്ള തൊണ്ടാണ്. ആ തൊണ്ടിനകത്തുള്ള കട്ടിയായ ചിരട്ടയാണ്? അല്ല, അതിനകത്തിരിക്കുന്ന മധുരമുള്ള അല്ലെങ്കിൽ കുറേ കൂടി ടേസ്റ്റി ആയിട്ടുള്ള മധുരമുള്ള ദ്രാവകം തരുന്ന ആ വസ്തുവാണ് യഥാർത്ഥത്തിൽ തേങ്ങ. പക്ഷേ ആരുടെയും കൈ കിട്ടിയാൽ ഉടനെ പറ്റുമോ അങ്ങനെ പോലും എടുക്കാൻ? ആദ്യം തൊണ്ട് മെതിച്ച് കളയണം, ഒരു ലെയർ കളയണം, രണ്ടാമത് ചിരട്ടയെന്ന ലെയർ കളയണം, മൂന്നാമതാണ് തേങ്ങ കിട്ടുന്നത്. അങ്ങനെയല്ലേ? ഇത് മനുഷ്യ ജീവിതത്തിലെ നമ്മുടെ ഓരോരുത്തരുടെ അവസ്ഥയാണ്. ചുരുക്കത്തിൽ നമ്മുടെ ആത്മാവിനെയും ബോധത്തെയും ചിന്തകളെയും മനസ്സിനെയും ഒക്കെ ധാരാളം ആവരണങ്ങൾ മൂടിയിരിക്കുകയാണ്. ഈ ആവരണങ്ങളെ സാവധാനം നീക്കം ചെയ്യാനായിട്ട് സാധിക്കുക. അതിൻ്റെ ഡയറക്ഷനാണ്. നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാണ്. നിൻ്റെ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളയുക. അല്ലാതെ സീനായി മലയുടെ താഴ്വര വിശുദ്ധ നാടായതുകൊണ്ട് അവിടോട്ട് ചെരുപ്പിട്ട് കയറല്ല എന്ന അർത്ഥത്തിൽ മാത്രം നിങ്ങളതിനെ കാണരുത്. അങ്ങനെ നമുക്ക് പറയാൻ സാധിക്കും. എന്തുകൊണ്ടാണ്? മുൾപ്പടർപ്പ് കത്തുകയാണ്, അതിൽ യഹോവയുടെ സാന്നിധ്യമുണ്ട്, അതുകൊണ്ട് അതിനോട് ചേർന്ന് കിടക്കുന്ന പരിസരങ്ങൾ നല്ല വിശുദ്ധ നാടാണ് എന്ന് പറയുന്നതിന് തെറ്റൊന്നുമില്ല. പക്ഷേ അതിൻ്റെ ആന്തരിക അർത്ഥം കുറേ കൂടെ ആഴമുള്ളതാണെന്ന് തിരിച്ചറിയുക. ഇത് ജീവിതത്തിൽ പ്രായോഗികമാക്കേണ്ടതാണ്. അപ്പോൾ വിശുദ്ധിയുടെ പടവുകൾ കയറുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ആദ്യം ഉണ്ടാകേണ്ടത് എന്താണ്? നേരത്തെ പറഞ്ഞ ചോദ്യമാണ്. ഈ വലിയ കാഴ്ച ഞാനൊന്ന് കാണട്ടെ. ഡിസയർ ഓർ ഡിറ്റർമിനേഷൻ ടു കൺഫ്രണ്ട് വിത്ത് ദ ക്രൈസിസ് ഓഫ് ദ ലൈഫ്. ജീവിതത്തിലെ കഷ്ടതകളെ, ആളിക്കത്തുന്ന അഗ്നിയുടെ അനുഭവങ്ങളെ, മരണതുല്യമായ നൊമ്പരങ്ങളെ, നിരാശാജനകമായ സ്ഥിതിവിശേഷങ്ങളെ, സമൂഹത്തിലെ സ്ഥാനവും മാനവും നഷ്ടപ്പെടുന്ന പരിഹാസപാത്രങ്ങളായി തീരുന്ന സാഹചര്യങ്ങളെ, ഇതിനെയൊക്കെ കൺഫ്രണ്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നുവെങ്കിൽ നമ്മൾ വിശുദ്ധിയുടെ ആദ്യ പടിയിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. പിന്തിരിഞ്ഞു പോയാലോ എത്തുകയില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് അടുത്ത സ്റ്റേജിലേക്ക് കയറാനൊക്കൂ. അതെന്താണ്? ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് എൻ്റെ ആത്മാവിനെ ആവരണം ചെയ്തിരിക്കുന്ന മൂടികൾ ഏതൊക്കെയാണ്? എൻ്റെ ബോധത്തെ, എൻ്റെ ജ്ഞാനത്തെ, എൻ്റെ ദർശനത്തെ ആവരണം ചെയ്തിരിക്കുന്നത് എന്തൊക്കെ? ഇതൊക്കെ എനിക്ക് നീക്കിക്കളയണം. കാലിൽ നിന്ന് ചെരുപ്പ് നീക്കിക്കളയുക. ജീവിതത്തിൽ അനാവശ്യമായ ആവരണങ്ങൾ ധരിച്ച് നടക്കുന്ന എത്രയോ ആളുകളുണ്ട് നമ്മളിൽ. ഞാനും അങ്ങനെയാണ്, നമ്മൾ പലരും അങ്ങനെയാണ്. അഹങ്കാരം. എന്താ അഹങ്കാരം എന്ന് പറഞ്ഞാൽ? അഹങ്കാരം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അഹം കാര്യമായിട്ടെടുക്കുന്നവനെന്നാ. അഹംഭാവം എന്ന് കേട്ടിട്ടില്ലേ? എന്താണ്? അഹത്തെ ഭാവമായിട്ടെടുക്കുന്നവൻ. എന്നാൽ ദൈവമനുഷ്യൻ്റെ സവിശേഷത എന്താണ്? അവൻ അഹം ശൂന്യമാക്കുന്നവനാണ്. അഹത്തിൽ ഒന്നും കാണുകയില്ല. അവൻ്റെ ആത്മാവിൽ, അന്തരംഗത്തിൽ അഹം എന്ന ബോധ്യം തന്നെയില്ല. അതുകൊണ്ടാണ് വേദാന്തത്തിൽ അഹം ബ്രഹ്മാസ്മി, എൻ്റെ ഉള്ളിലൊന്നുമില്ല, ഞാൻ ആരാണ്? എൻ്റെ ഉള്ളിലുള്ളത് ദൈവമാണ്. എൻ്റെ ഉള്ളിലൊന്നുമില്ല, എൻ്റെ ഉള്ളിലുള്ളത് ദൈവമാണ്. അവിടെയാണ് അഹം ശൂന്യമാകുന്നത്. എൻ്റെ അഹത്തിൽ ഒന്നുമില്ല, പകരം എന്നിൽ നിറഞ്ഞു നിൽക്കുന്നത് ദൈവമാണെന്ന് വന്നു കഴിഞ്ഞാൽ, ദൈവാത്മാവാണെന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കെങ്ങനെ അഹം കാര്യമായിട്ടെടുക്കുന്ന അഹങ്കാരിയാകുവാൻ സാധിക്കും? പിന്നെ എങ്ങനെയാണ് അഹം നമ്മുടെ ഭാവമായിട്ട് മാറുന്നത്? അതുകൊണ്ട് ഒന്ന് ചിന്തിച്ച് നോക്ക്. കൊച്ചു കൊച്ചു കാര്യങ്ങൾ, ഇംഗ്ലീഷിൽ പറയല്ലേ ഈഗോ, എല്ലാവർക്കും ഉള്ളതാണ് ഇത്. ഈഗോ നിസ്സാരമാണോ ഈഗോ എന്ന് പറയുന്നത്? നിസ്സാരമാണോ ഈഗോ എന്ന് പറയുന്നത്? ഞാൻ ഈ കഴിഞ്ഞ ദിവസം വിയറ്റ്നാം സന്യാസിയായ, പേര് കേട്ടാൽ നിങ്ങൾക്ക് ഗ്രഹിക്കുന്ന പരിചയമില്ലാത്ത പേരാ,
ങ്യാങ് ഷ്യാങ് യാൻ എന്നാണ് പേര്. പേടിക്കേണ്ട കേട്ടോ. ങ്യാങ് ഷ്യാങ് ഹാൻ. അദ്ദേഹത്തിൻ്റെ ദ സ്റ്റോറി ഓഫ് എ നോവീസ് എന്ന പുസ്തകം, നോവൽ ഞാൻ വായിച്ചു. കഴിഞ്ഞ ആഴ്ച വായിച്ചു തീർത്തതാണ്. ഒരു കഥ ഇത്രയേ ഉള്ളൂ. ഈ വിയറ്റ്നാമിലെ അതെല്ലാം ബുദ്ധ ദേശങ്ങളാണെന്നറിയാമല്ലോ, ബുദ്ധിസത്തിൻ്റെ ദേശങ്ങളാണ്. വിയറ്റ്നാമിലെ സമ്പന്നമായ കുടുംബത്തിൽ ജനിച്ച ഒരു പെൺകുട്ടി, അവൾക്ക് ഒരു സന്യാസിനിയാകണമെന്നാണ് ആഗ്രഹം. എന്നാൽ ആ കാലത്ത് ബുദ്ധമതത്തിൽ, ഇത് വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്, ഈ സെൻ ബുദ്ധിസം. ഇത് സെൻ ബുദ്ധിസം എന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധമതത്തിലെ പല അവാന്തര വിവാഹങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ സെൻ ബുദ്ധിസത്തിൽ സ്ത്രീകളെ നോവീസായിട്ട് എടുക്കാറില്ല. പിന്നെ ഇപ്പോൾ എടുക്കുന്നുണ്ട്, ഒരു കുറച്ചേറെ നാളുകളായിട്ട്. ഇത് ഒത്തിരി വർഷം മുമ്പുള്ള. ഈ പെങ്കൊച്ചിന് എങ്ങനെയെങ്കിലും ഒരു സന്യാസിനിയാകണം, ഒരു സെലിബ്രേറ്റ് ആകണമെന്നുള്ളതാണ്. പക്ഷേ നല്ല കുടുംബത്തിൽ ജനിച്ചു, സമ്പത്തുണ്ട്, വിദ്യാഭ്യാസമുണ്ട്. അവൾ കല്യാണം കഴിച്ചു വിട്ടു. പക്ഷേ ആ കല്യാണം സക്സസ്ഫുൾ ആകുന്നില്ല. അവൾ അവസാനം അവിടെ നിന്ന് ഇറങ്ങി ഒരു ചെറുപ്പക്കാരൻ്റെ വേഷം ധരിച്ച് ഒരു സഞ്ചിയും തോളത്തിട്ട് വളരെയേറെ ദൂരം സഞ്ചരിച്ച് ഒരു മേഘവിഹാർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ള ബുദ്ധാശ്രമത്തിൽ ചെല്ലുകയും പുരുഷനായിട്ട് തന്നെ അവിടെ ആശ്രമാധ്യക്ഷൻ്റെ മഹാമുനിയുടെ ശിഷ്യനായിട്ട് തിരികെയും ചെയ്യുന്നു. എല്ലാവർക്കും വലിയ താല്പര്യമൊക്കെയാണ്. പക്ഷേ അധികം വൈകാതെ യഥാർത്ഥത്തിലുള്ളൊരു പെണ്ണാണ്, പക്ഷേ പുരുഷവേഷം ധരിച്ചിരിക്കുന്നത്. ഈ പെങ്കൊച്ച്, ഈ സന്യാസി, യുവസന്യാസി കാണാൻ വളരെ കോമളത്വമുള്ളയാളാണ്. വൈകുന്നേരങ്ങളിൽ ഈ ആശ്രമത്തിൽ സമീപവാസികളായിട്ടുള്ള ആളുകളൊക്കെ ധാരാളം പ്രാർത്ഥനയ്ക്ക് വരും. അങ്ങനെ വന്നതിൽ ആ ദേശത്തെ സമ്പന്നയായ ഒരാളുടെ മകൾക്ക് ഈ യുവസന്യാസിയോട് വല്ലാത്ത പ്രണയം ഉണ്ടാകുന്നു. അവൾ പറയുന്നു. ഈ സന്യാസി അതിന് തയ്യാറാവുന്നില്ല. കോളിങ്ങിനെ കുറിച്ച് ബോധ്യമുണ്ട്. ചുരുക്കത്തിൽ ചതിക്കാനായിട്ട് ആ പെണ്ണ് ഗർഭിണിയായി കഴിഞ്ഞ ഉടനെ അത് ഈ സന്യാസി മൂലമാണെന്ന് പറയുകയും അവർ സ്ത്രീയാണെന്നുള്ള കാര്യം ഇവർക്ക് ആർക്കും അറിയത്തില്ല. അവസാനം അവരുടെ ഗ്രാമസഭ കൂടി ഇവരെ അടിക്കുകയും ചെയ്യുന്ന കുറേ ചിത്രങ്ങൾ, വളരെ ദാരുണമായിട്ടുള്ള വർണ്ണനയൊക്കെ നടന്ന സംഭവമാണെന്നാണ്. പക്ഷേ ഈ കൊച്ചതെല്ലാം, ഈ സന്യാസി അതെല്ലാം സഹിച്ച് നിൽക്കുകയാണ്. ഏറെ നാൾ കഴിഞ്ഞു ഈ യുവസന്യാസി, ഈ സ്ത്രീ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. ആ കുഞ്ഞിനെ കൊണ്ട് ഈ ആശ്രമത്തിൻ്റെ വാതിൽക്കിലിട്ടു. എന്നിട്ടും ഈ യുവസന്യാസി ആ ശിശുവിനോടുള്ള വാത്സല്യം കൊണ്ട് അതിനെ എടുത്ത് വളർത്തുന്നു. അന്നേരവും ആരും അറിയുന്നില്ല ഇവരൊരു സ്ത്രീയാണെന്നുള്ളത്. അവസാനം ടൈഫോയിഡ് വന്ന് മരിക്കുന്നതിന് മുമ്പായിട്ട് ഇവർ തൻ്റെ ഗുരുവിനും, ഈ കിം മാവു എന്നാണ് ഈ പെണ്ണിൻ്റെ പേര്, അതിനും പിന്നെ 1-2 പേർക്ക് എഴുതുന്ന കത്തുകളുണ്ട്, ടച്ചിങ് ആയിട്ടുള്ള. ആ കത്തുകളിലാണ് അവൾ ഈ രഹസ്യം വെളിപ്പെടുത്തുന്നത്, താനൊരു സ്ത്രീ ആയിരുന്നു എന്നുള്ളത്. ഞാനിത് പറഞ്ഞത് ഈ സെൻ ബുദ്ധിസത്തിലെ, അപ്പോൾ ഈ പീഡനങ്ങളെല്ലാം ഏൽക്കുമ്പോൾ മറ്റ് സഹോദരങ്ങൾ, ആശ്രമത്തിലെ സഹോദരങ്ങളോട് ചോദിക്കുന്നുണ്ട്. കിം ടാറ്റ് എന്നുള്ള പേര്. കിം ടാറ്റ്, നിനക്ക് എങ്ങനെ ഇതൊക്കെ സഹിക്കാൻ സാധിക്കുന്നത്? ഉടനെ പെണ്ണ് കൊടുക്കുന്ന ഈ യുവസന്യാസി കൊടുക്കുന്ന മറുപടി, ഭൂമി സകല നന്മകളെയും തിന്മകളെയും പേർന്നു ചുമക്കുന്നു, ആകാശം സകല തിന്മകളെയും നന്മകളെയും ചുമക്കുന്നു, വായുവിൽ എല്ലാ നന്മകളും എല്ലാ മാലിന്യങ്ങളും ഉണ്ട്, ഇതെല്ലാം ഇല്ലേ? ഹൃദയവും അതുപോലെ എല്ലാം ഉൾക്കൊള്ളുന്ന രീതിയിൽ എല്ലാ ചക്രവാളങ്ങൾക്കും അപ്പുറമാകുമ്പോൾ ഈ നിന്ദയും പരിഹാസവും ഒന്നും ഏശുകയില്ല. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നത് പീലാത്തോസിൻ്റെ അരമനയിൽ നിൽക്കുന്ന കർത്താവിനെയാണ്. എന്തെല്ലാം അപവാദങ്ങൾ പറഞ്ഞു, എന്തെല്ലാം അനാവശ്യങ്ങൾ പറഞ്ഞു, അടിയും തൊഴിയും ചവിട്ടും തുപ്പും എല്ലാം ഏറ്റു. എന്നിട്ടും പ്രാർത്ഥിച്ചതെന്താ? കർത്താവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർക്കറിയാത്തതിനാൽ ഇവരോട് ക്ഷമിക്കണമേ. ഹൃദയത്തിൻ്റെ വിശാലതയാണ്. ഹൃദയം എത്രമാത്രം ഉൾക്കൊള്ളാൻ വിശാലതയുള്ളതായി തീരുന്നോ അതനുസരിച്ച് നമുക്ക് സകല മനുഷ്യരോടും ശത്രുക്കളോടുപോലും ഉപദ്രവിക്കുന്നവരോടും സ്നേഹിക്കാൻ കഴിയുമെന്ന ഒരു വലിയ തത്വമാണ് ഈ സെൻ ബുദ്ധിസം പറയുന്നത്. ഞാൻ പറഞ്ഞത് നമ്മുടെ ഹൃദയത്തിൻ്റെ വിശാലത, ആ വിശാലതയിലെ സകലത്തെയും ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. വീണ്ടും ഇവിടേക്ക് തിരിച്ചു വരാം. സകലതും വിശുദ്ധമാണെന്നുള്ള തിരിച്ചറിവ്
ഹൃദയത്തിൽ വിശുദ്ധിയുള്ളവർക്കേ സാധിക്കൂ. അതുകൊണ്ടാണ് കാലിൽ നിന്ന് ചെരുപ്പ് നീക്കിക്കള, നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ്. സകലത്തെയും വിശുദ്ധമായിട്ട് എണ്ണാനായിട്ട് സാധിക്കുക പറ്റുമോ നമ്മളെ കൊണ്ട്? നമുക്ക് പരിമലപ്പള്ളിയുടെ അകം വിശുദ്ധമാണ്, പുറത്ത് വിശുദ്ധിയില്ല. അപ്പോൾ വിശുദ്ധിയുടെ പടവിലേക്ക് കയറും തോറും മനുഷ്യൻ്റെ അന്തരംഗത്തിൽ ഉയർന്നു വരുന്ന ഒരു ധാരണ സകലവും വിശുദ്ധം എന്നാണ്. സകലവും വിശുദ്ധം. ഈ ഭൂമി വിശുദ്ധമാണ്, ചരാചരങ്ങൾ വിശുദ്ധമാണ്, എന്നെ ഉപദ്രവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും വിശുദ്ധരാണ്. ഇങ്ങനെ സകലത്തെയും വിശുദ്ധർ എന്നെണ്ണാൻ സാധിക്കുന്ന അവസ്ഥയിലേ ആർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കുകയുള്ളൂ. കർത്താവ് പ്രാർത്ഥിച്ചതുപോലെ എപ്പോഴെങ്കിലും കർത്താവ് പരാതി പറഞ്ഞോ? ഒരിക്കലും പരാതി പറഞ്ഞില്ല. ചെകിട്ട് തടിയേറ്റപ്പോഴും മൗനിയായിരുന്നു. അദ്ദേഹം ആരെയും പരാതി പറഞ്ഞില്ല, ഒരു പരാതിയില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൺസേൺ മറ്റുള്ളവരെക്കുറിച്ചല്ലേ. കാൽവറിയിൽ കടന്ന് തൻ്റെ അമ്മയുടെ കണ്ണുനീർ കണ്ടപ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മേ നിനക്കൊരു മകനുണ്ട്. യോഹന്നാനെ ചൂണ്ടിക്കാണിച്ചു. യോഹന്നാനോട് പറഞ്ഞു, മകനെ നിൻ്റെ അമ്മ അതാണ്. അവിടെ എഴുതിയിരിക്കുന്നു, അന്നു മുതൽ അവനവളെ സ്വന്തം ഭവനത്തിൽ ചേർത്തു. തൻ്റെ വേദനയല്ല, തൻ്റെ നൊമ്പരങ്ങളല്ല, മറിച്ച് ആ വിശുദ്ധിയുടെ നെറുകയിൽ, ക്രൂശിൻ്റെ നെറുകയിലല്ല കർത്താവ് കിടന്നത്. അവൻ കിടന്നത് വിശുദ്ധിയുടെ നെറുകയിലാണ്. ആ വിശുദ്ധിയുടെ നെറുകയിൽ കിടക്കുമ്പോൾ അവൻ നോക്കുന്നിടത്തെല്ലാം അവൻ്റെ സഹാനുഭൂതിയാണ്. വിശുദ്ധിയുടെ നെറുകയിൽ വസിക്കുന്നവർക്ക് സഹാനുഭൂതി എന്ന അതിപരിശുദ്ധമായ ഗുണവിശേഷം കിട്ടുകയുള്ളൂ. എനിക്ക് നിങ്ങൾക്ക് സഹാനുഭൂതിയില്ല. നമ്മളാരെയും സഹായിക്കുമോ? പേരിനെല്ലാം പിരിവൊക്കെ എടുത്ത് വല്ലവർക്ക് സഹായിക്കുന്നല്ലോ, അല്ലാതെ ആരും അറിയാതെ ഹൃദയത്തിൽ ഉയരുന്ന യഥാർത്ഥ സഹാനുഭൂതി മൂലം ആരെയും സഹായിക്കുമോ? ഇല്ല. അതിന് കാരണം എന്താ? നമ്മുടെ ഉള്ളിൽ വിശുദ്ധിയില്ല. ഈ സഹാനുഭൂതി ലഭ്യമാകുന്നത് ഹൃദയത്തിൻ്റെ വിശുദ്ധിയിലൂടെയാണ്. ആ വിശുദ്ധി നിറഞ്ഞു നിൽക്കുമ്പോൾ എല്ലായിടവും വിശുദ്ധമാണ്, നിൽക്കുന്ന സ്ഥലവും വിശുദ്ധമാണ്. നിന്റെ കാലിൽ നിന്ന് ചെരുപ്പഴിച്ച് കളയുക, അതിൻ്റെ അർത്ഥം എന്താണ്? wherever you are, നീ എവിടെയായിരുന്നാലും, and that is sacred, അത് വിശുദ്ധമാണ്. So remove everything which is against the sacredness. ഈ വിശുദ്ധിക്ക് യോഗ്യമല്ലാത്തത് എന്താണേലും ഉരിഞ്ഞു കളക. അത് അഹമായിരിക്കാം, ഞാൻ പറഞ്ഞല്ലോ, അഹംഭാവം, അഹങ്കാരി, അഹമായിരിക്കാം, നമ്മുടെ സ്വാർത്ഥതയായിരിക്കാം, എന്തെല്ലാം ഉണ്ട്. നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ജീവിതത്തെ ഒന്ന് ശാന്തമായിട്ട് ഒന്ന് വിലയിരുത്തിയാൽ ഒന്ന് ഓർത്ത് നോക്കി, 10 ഗുണങ്ങൾ എഴുതാൻ സാധിക്കുന്നിടത്ത് ഒരു 150 കുഴപ്പങ്ങൾ എഴുതാൻ സാധിക്കും നമ്മളെക്കുറിച്ച്. ഇപ്പം എന്നെക്കുറിച്ച് ഞാൻ എഴുതുകയാണെങ്കിൽ എന്തുവാ ഗുണം? എനിക്കറിഞ്ഞുകൂടാ. എന്നെക്കുറിച്ച് എൻ്റെ കുറ്റങ്ങൾ എഴുതാൻ പോവുകയാണെങ്കിൽ പരദൂഷണം, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക, പിന്നെന്തുവാ അത്യാഗ്രഹം, സ്ഥാനമാനം, എല്ലാവരെയും കേമനാണെന്നൊരു തോന്നൽ, ഇങ്ങനൊരു 100 കുറവുകൾ എഴുതാൻ കാണും. പക്ഷേ എൻ്റെ വിശുദ്ധിയെക്കുറിച്ച് എഴുതാൻ പോക്കിയാൽ വല്ലതും കിട്ടുമോ? എനിക്കറിഞ്ഞുകൂടാ. അപ്പോൾ നമ്മളൊക്കെ എവിടാ നിൽക്കുന്നത്? നമ്മളെല്ലാം സത്യത്തിൽ വരുന്നത് എവിടാ? പരിമലയിലാണ്. എന്തിനാ വരുന്നത്? ഇവിടെ ഇരിക്കുന്ന എനിക്കോ നിങ്ങൾക്കോ ഇവിടെ വന്നിട്ടുള്ള ആർക്കെങ്കിലുമോ വല്ല സാധുക്കൾ കണ്ടേക്കാം, കർത്താവേ പരിമല തിരുമേനിയെ പോലെ എന്നെ ഒന്ന് ആക്കിത്തരണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളെയും കാണുമോ? ചിലപ്പോൾ കണ്ടേക്കാം അല്ലേ? ചില സാധു മനുഷ്യർ കണ്ടേക്കാം, കർത്താവേ പരിമല തിരുമേനിയെ പോലെ എന്നെ കൂടെ ഒന്ന് ആക്കിത്തരണേ. വിശുദ്ധിയുടെ പടവുകൾ കയറാനായിട്ട് സാധിക്കുക. ഞാൻ പറഞ്ഞത്, ഒന്ന് വലിയ കാഴ്ച എന്ത് നോക്കട്ടെ, കൺഫ്രണ്ടിങ് വിത്ത് ദ ക്രൈസിസ്. രണ്ടാമത്തേത് നിൽക്കുന്ന സ്ഥലം വിശുദ്ധം. മൂന്നാമത്തേത് കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളയും. ഒരു കാര്യം കൂടെ പറഞ്ഞ് നിർത്തിക്കോളാം. ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ, ഈ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ മോശ യഹോവയോട് ചോദിച്ചു, നീ ആരാണ്? നിന്റെ പേരെന്താണ്? നീ ആരാണ്? നിന്റെ പേരെന്താണ്? നിങ്ങളാരെങ്കിലും, എല്ലാവരും എൻ്റെ പേര് അച്ഛന്മാർ സ്വാഗതത്തിൽ പറഞ്ഞു, എൻ്റെ പേരെന്താണെന്ന് നിങ്ങളോട് ചോദിക്കുമ്പോൾ എനിക്ക് മര്യാദയ്ക്ക് പറയാം,
എൻ്റെ പേര് ഇപ്പോൾ സക്കറിയ അപ്രയം എന്നാണ്. അടൂർ കടമ്പനാട് ബുധനാസന മെത്രാപ്പോലിത്തയാണ്. അങ്ങനെ പറയുന്നതിന് പകരം ഞാൻ തച്ചിരിപറമ്പിൽ കുറിയാക്കോസ് എന്ന് ജീവിച്ചിരുന്ന ഒരാളുടെ മകൻ ഇ.കെ. കുറിയാക്കോസൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ ശോശാമ കുറിയാക്കോസനും 5 മക്കളുണ്ടായി. ആ 5 മക്കളിൽ 4-മനായി ഞാൻ പിറന്നു. എനിക്ക് അവരെന്ന് മാമോദിസായ്ക്ക് ചെറിയാന്ന് പേരിട്ടു, വീട്ടിൽ വിളിക്കാൻ സാബു എന്ന് പേരിട്ടു. അങ്ങനെ ഞാൻ സ്കൂളിൽ ചെന്നപ്പോൾ സാബു കുറിയാക്കോസായി. പിന്നീട് ഞാൻ അച്ഛനായി കഴിഞ്ഞപ്പോഴും സാബു കുറിയാക്കോസ് അച്ഛൻ അറിയപ്പെട്ടു. മെത്രാനായപ്പോൾ എൻ്റെ പഴയ ചെറിയാൻ്റെ സ്ഥാനത്ത് സക്രിയ എന്ന് പേരിട്ടു. വല്ലതും മനസ്സിലാവുമോ? അതിലേക്ക് എത്ര നല്ല ഇതിൻ്റെ പേരെന്തോ സക്രിയ പറയും എന്ന് പറഞ്ഞാൽ പോരെ? യഹോവ പണിച്ചിട്ട് പണി കേട്ടോ. മോശ ചോദിച്ചു, നീ ആരാ? ഒറ്റ വാക്കിന് യഹോവയ്ക്ക് ഉത്തരം കൊടുക്കാറുണ്ട്. ഞാൻ സർവ്വചരാചരങ്ങളെ സൃഷ്ടിച്ച യഹോവയാണ്. പെട്ടെന്ന് മോശയ്ക്ക് മനസ്സിലാകത്തില്ലായിരുന്നു. യഹോവ പറയുന്നത് എന്താ? ഞാൻ നിന്റെ പിതാക്കന്മാരായ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും പിതാവായ നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയാകുന്നു. ഇങ്ങനെ പിടിക്കേണ്ടതിന് വരെ ഇങ്ങനെ വളച്ചു കെട്ടി പഠിച്ചിരിക്കുക. അപ്പം യഹോവയ്ക്ക് ഈ പണിയുണ്ടോ? എന്തിനങ്ങനെ ചെയ്തേ? അതിനൊരു കാര്യമുണ്ട്, അതിനൊരു അർത്ഥമുണ്ട്. ഞാൻ എൻ്റെ പേര് വളച്ചു കെട്ടി പറയുന്ന പോലെ അല്ല യഹോവ പറയുന്നത്. ഞാൻ നിന്റെ പിതാക്കന്മാരായ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിവരുടെ ദൈവവും നിന്റെ പിതാക്കന്മാരുടെ ദൈവവുമായ യഹോവയാണ്. ഇത് യഥാർത്ഥത്തിൽ മോശയിൽ ഒരു വലിയ രൂപാന്തരം ഉണ്ടാക്കുക. എന്താ കാരണം? മോശ ജനിച്ചു വീണതും വളർന്നതും ഒക്കെ എവിടാ? മിസ്രൈം നാട്ടിലാണ്. രക്തത്തിൽ പിറന്ന ആരെങ്കിലും ഉണ്ടോ? മിസ്രൈംകാരനായിട്ടല്ലേ വളർന്നത്. അതുകൊണ്ട് തൻ്റെ ഹെറിറ്റേജിനെ കുറിച്ചുള്ള, തൻ്റെ പൂർവകാലത്തെക്കുറിച്ചുള്ള, തൻ്റെ അസ്തിത്വത്തെക്കുറിച്ചുള്ള ബോധ്യം അദ്ദേഹത്തിന് ഇല്ലായിരുന്നു എന്ന് വേണം കരുതാൻ. അത് വെളിപ്പെടുത്താനായിട്ടാണ് ഞാൻ നിന്റെ പിതാക്കന്മാരായ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് ഇവരുടെ എല്ലാം ദൈവമാണ് എന്ന് പറഞ്ഞാൽ നിന്റെ ലീനിയേജ് ഫറവോനിൽ ആരംഭിക്കുന്നതല്ല, നിന്റെ ലീനിയേജ് മിസ്രൈമിൽ ആരംഭിക്കുന്നതല്ല. നിന്റെ ലീനിയേജ് അബ്രഹാം, വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിൽ തുടങ്ങുന്നതാണ്. ഇതെന്താ അർത്ഥം തരുന്നത്? വിശുദ്ധിയുടെ പടവുകൾ ചവിട്ടിക്കയറുമ്പോൾ നമുക്കുണ്ടാകേണ്ടുന്ന ഒരു ഉൾബോധ്യമുണ്ട്. എന്താണത്? നമ്മുടെ ഉറവ എവിടെ നിന്നാണ്? നമ്മുടെ ഉറവ എവിടെ നിന്നാണ്? നമ്മുടെ വേരുകൾ എവിടെ നിന്നാണ്? ഈ ബോധ്യം ഉണ്ടാവണം. ഈ ബോധ്യം ഉണ്ടാവണം. നമ്മളതിന് സാധാരണ സംസാര ഭാഷയിൽ പറയും കുടുംബത്തിൽ പിറന്നവൻ, അല്ലേ? ചിലരുടെ ചില പ്രവൃത്തിയൊക്കെ കാണാൻ പറയും കുടുംബത്തിൽ പിറക്കാത്തതിൻ്റെ ലക്ഷണമാണെന്ന് പറയും. ചിലരെക്കുറിച്ച് പറയും ഉണ്ടോ, ആ കുടുംബ മഹത്വം കാണിക്കുന്നുണ്ട്. വേരിനെ മറന്നു പോകരുത്, വേരിനെ മറന്നു പോകരുത്. വിശുദ്ധിയുടെ പടവുകൾ ചവിട്ടിക്കയറുന്ന നേരത്ത് വേരിനെ മറക്കരുത്. ജീവിതത്തിലും അങ്ങനെ തന്നെയല്ലേ? ഉത്തമ കുടുംബിനിയായിട്ട് നല്ല ഒരു കുടുംബത്തിൽ പറന്ന് വളർന്നു വരുന്ന ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി യോഗ്യമല്ലാത്തൊരു ബന്ധത്തിലേക്ക് പോകുമ്പോൾ അവൾ മറക്കുന്നത് എവിടെയാണ്? തൻ്റെ ഡീപ്ലി റൂട്ടഡ് പ്ലേസാണ്. അവളുടെ ആഴത്തിൽ വേരൂന്നിയ വേരുകൾ മറന്നുപോവുകയാണ്. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഗീതാഞ്ജലിയിലെ അതിമനോഹരമായ ഒരു 2 വരിയുണ്ട്. ഇമാൻസിപ്പേഷൻ ഫ്രം സോയിൽ ഈസ് നോട്ട് ഫ്രീഡം ഫോർ എ ട്രീ. മണ്ണിൽ നിന്നുള്ള മോചനം ഒരു വൃക്ഷത്തിൻ്റെ സ്വാതന്ത്ര്യമല്ല. ഒരു വൃക്ഷം ആഗ്രഹിക്കുക, എന്ന് ഞാൻ ഇവിടെ തന്നെ നിൽക്കുക, എന്നെ കാണാൻ വരുന്ന മനുഷ്യരൊക്കെ അങ്ങോട്ടും തെക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാട്ടും ഒക്കെ പോകുന്നു, ഒരു ചായ വാങ്ങിച്ചു കുടിക്കുന്നു, ഐസ്ക്രീം തരുന്നു, എനിക്ക് എങ്ങും പോകാൻ പറ്റുന്നില്ല, എനിക്ക് സ്വാതന്ത്ര്യം വേണം എന്നൊരു വൃക്ഷം ധരിച്ചിട്ട് എങ്ങനെയെങ്കിലും വൃക്ഷം ആ മണ്ണിൽ നിന്ന് ഒന്ന് മറഞ്ഞു വീണാൽ സ്ഥിതി എന്താ? 2 ആഴ്ച കഴിയുമ്പോൾ ആ മരം ഉണങ്ങിപ്പോകും. അതുകൊണ്ടാണ് ടാഗോർ പറഞ്ഞത് മണ്ണിൽ നിന്നുള്ള മോചനം ഒരു വൃക്ഷത്തിൻ്റെ സ്വാതന്ത്ര്യമല്ല, മറിച്ച് ഒരു വൃക്ഷത്തിൻ്റെ സ്വാതന്ത്ര്യം എന്താണ്? മണ്ണിൻ്റെ ആഴങ്ങളിലേക്ക് വേരുകൾ പായിക്കാൻ സാധിച്ചാൽ,
തൻ്റെ ഉറവിടത്തിലേക്ക്, തൻ്റെ പൈതൃകത്തിലേക്ക് വേരുകൾ വളരെയേറെ താഴ്ത്തിക്കൊണ്ടു പോകാൻ സാധിച്ചാൽ, കാറ്റടിക്കട്ടെ, കൊടുങ്കാറ്റടിക്കട്ടെ, ആടിക്കളിക്കുകയല്ലാതെ അതിനെ പറിച്ചെറിയാൻ ആർക്കും ഒക്കെയില്ല. അത് വിശുദ്ധിയുടെ തെളിവാണ്. വിശുദ്ധിയുടെ അസ്ഥിവാരത്തിൽ വേരുകളൂന്നിയ മനുഷ്യൻ യാതൊരു കാരണത്താലും കാറ്റിലും തിരകളിലും കൊടുങ്കാറ്റിലും ഉഴറി വീഴുകയില്ല. അതിന് വേണ്ടതെന്താണ്? നമ്മുടെ അസ്തിത്വത്തിൻ്റെ ഉറവിടം എവിടെയെന്നുള്ള തിരിച്ചറിവാണ്. മോശയ്ക്ക് സഹായമായത് ഈ സംഗതിയാണ്. അതുകൊണ്ടാണ് പിന്നീട് മോശ ധൈര്യപൂർവ്വം, നോർത്തെ വിക്കനാണ്, മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ, പക്ഷേ ഈ മനുഷ്യനിലൂടെ എന്തെല്ലാം അത്ഭുതങ്ങളാണ് നടന്നത്, എന്തെല്ലാം അത്ഭുതങ്ങൾ നടന്നു. അപ്പോൾ വിശുദ്ധിയുടെ പടവുകളിലേക്ക് ചവിട്ടിക്കയറുവാൻ വേണ്ട 3 അടിസ്ഥാന കാര്യങ്ങൾ മോശയുടെ ജീവിതത്തിൽ നിന്ന് പങ്കുവയ്ക്കാനായിട്ടാണ് ആഗ്രഹിച്ചത്. ആദ്യത്തേത്, വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ. രണ്ടാമത്തേത്, നിൽക്കുന്ന സ്ഥലം വിശുദ്ധ നാടാണെന്നുള്ള ഒരു തിരിച്ചറിവ്. മൂന്നാമത്തേത്, കാലിൽ നിന്ന് ചെരുപ്പ് നീക്കിക്കളയുക. നാലാമത്തേത്, തൻ്റെ ഉറവുകളുടെ ആഴം എത്ര വലുത് എന്ന് തിരിച്ചറിയാൻ സാധിച്ചു. അതുകൊണ്ട് അദ്ദേഹം അശക്തനായിരുന്നു, ശാരീരികമായിട്ട് അശക്തനായിരുന്നു വാക്കുകളിൽ. പക്ഷേ ഇസ്രായേൽ മോശയെ പോലെ ഒരു പ്രവാചകനെ കണ്ടിട്ടില്ല. എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കും.